നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിനി എത്ര നാളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടത്? പണിയെടുത്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അല്ല, ഒരുങ്ങിക്കെട്ടി നീ ഇതങ്ങോട്ടാ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? കോളേജിലേക്കല്ലാതെ ഞാൻ ഇങ്ങോട്ട് പോവാനാ. ഓ, കോളേജിൽ പോയിട്ട് നീ എന്ത് മലമറിക്കാനാ? നീ 3-4 ദിവസം ലീവ് എടുത്ത് ഇവിടെ നിക്ക്. എനിക്കിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വയ്യ. അതിന് അമ്മ ഒറ്റയ്ക്കല്ലല്ലോ, സഹായത്തിന് മുത്തശ്ശിയില്ലേ? ഓ, മുത്തശ്ശി ഭയങ്കര സഹായമല്ലേ. ചുമ്മാ ഒരു കമ്പ് കുത്തി വെച്ചിരിക്കുന്ന പോലെ ഒരിടത്തിരുന്ന് ഓർഡർ ഇടുവാന്നല്ലാണ്ട് അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. മാട് മടക്കുന്ന പോലെ ഇക്കണ്ട ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നേ. അതിലിപ്പോഴേ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കഷ്ടപ്പാടൊക്കെ എന്റെ അമ്മ സ്വയം വരുത്തി വെച്ചതല്ലേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ അങ്ങേര് തടി തളർന്നു വീണത് എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാന്ന്. അച്ഛന്റെ കാര്യം അല്ലമ്മ ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ ആ ദേവൂട്ടി ഇവിടുന്ന് ഇറക്കി വിട്ടത് അമ്മ ഒരൊറ്റ ആളല്ലേ. ഈ സമയത്ത് അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ കാര്യമല്ല അവള് നോക്കൂലായിരുന്നോ? അമ്മയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുകയും വേണ്ടായിരുന്നു. ഓ, ആ നശൂലം പിടിച്ചവളുടെ കാര്യമാണോ നീ പറയുന്നേ? അതെ, അവളുടെ കാര്യം തന്നെയാ പറയുന്നേ. അവളെ എടുത്തു വളർത്തിയത് അച്ഛനല്ലേ. അപ്പൊ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും അച്ഛനെ ശുശ്രൂഷിക്കേണ്ട കടമ അവൾ കാണല്ലോ. അയ്യോ, അവളെ കൊണ്ടുള്ള ഒരു സഹായവും ഇനി ഈ ജന്മത്തെ എനിക്ക് വേണ്ട. ആശ്രികം പിടിച്ച ജന്തുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യ. ഇനി അവളുടെ നിഴല് പോലും ഈ വീടിന്റെ 7 അയലത്ത് പോലും ഞാൻ കേറ്റൂല. എങ്കിൽ പിന്നെ ഇങ്ങനെ പരാതിയും പരിഭവമൊക്കെ പറയുന്ന എന്തിനാ? കോളേജിൽ പോവാതെ ലീവ് എടുത്ത് നിന്ന് അച്ഛനെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. എടിയടി, നീയും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയാലുണ്ടല്ലോ ദൈവം പോലും പൊറുക്കൂല കേട്ടോ. അടുക്കള പണിയും സൂക്കേടുകാരന്റെ നോട്ടവും വീട്ടു ജോലിയും അങ്ങനെ എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല, പറഞ്ഞേക്കാം. അമ്മേ, അത് മനസ്സിലായതുകൊണ്ടാ സഹായത്തിന് തൽക്കാലത്തേക്കെങ്കിലും ആ ദേവൂട്ടി വിളിച്ചു നിർത്താൻ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്കേ അതിന് വയ്യല്ല. വേണ്ട വേണ്ട, ഇനി നിന്റെ അച്ഛനെ വല്ല പാലിയേറ്റീവ് കെയറിലാക്കേണ്ടി വന്നാ പോലും ആ നശിച്ച ജന്മത്തെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എടി, ദൈവത്തിന് പോലും വേണ്ടാത്ത ജന്മ അത്. അവളെ വളർത്തിയതിന്റെയും സ്നേഹിച്ചതിന്റെയും ശിക്ഷയാ ഇപ്പൊ അങ്ങേര് കിടന്ന് അനുഭവിക്കുന്നേ. ഇനി ഇവിടെ കിടന്ന് ഞാൻ ചക്രശ്വാസം വലിക്കേണ്ടി വന്നാലും ആ നശിച്ചവളെ ഈ വീടിന്റെ പടി പോലും കേട്ടില്ല ഞാൻ. എടീ നിന്നേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വായിട്ടലച്ചിട്ടും അതൊന്നും കേൾക്കാത്ത മട്ടിൽ നീ പോയാലോ? ദേ, അമ്മയുടെ പൊന്നു മോളല്ലേ, 4-5 ദിവസം നീ ഇവിടെ നിന്നാൽ അതമ്മയ്ക്ക് വലിയ സഹായാവും. അത് പറ്റില്ല അമ്മേ. ക്ലാസ് മുടങ്ങിയാലേ അതിന്റെ പഠിത്തത്തെ ബാധിക്കും. ഇവരെന്തിനാ ഇവിടെ വന്നേ? ഓ, ചെലപ്പോ മറ്റവൾക്ക് വേണ്ടി ശുപാർശ പറയാനായിരിക്കും. എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണമെന്ന് പറയാൻ. അങ്ങനെയാണെങ്കിലേ അമ്മ മറുത്തൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തില് ദേവൂട്ടി ഇവിടെ ഉള്ളത് അമ്മയ്ക്ക് നല്ലതല്ലേ? നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ പെണ്ണെ? ആ മുടിഞ്ഞ അവളുടെ സേവനം ഇവിടെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ? ഓ അമ്മ, പതുക്കെ. ഞാൻ പറഞ്ഞില്ലേ, ശാപം കിട്ടിയ ജന്മ അവളുടേത്. തലവട്ടം കണ്ടപ്പോഴേ തന്തയും തള്ളയും കളഞ്ഞിട്ട് പോയി. ഇത്തിരി മനുഷ്യപ്പറ്റ് വിചാരിച്ച് അവളെ എടുത്തു വളർത്തിയവന്റെ ഗതി ഇപ്പൊ ഇങ്ങനെയായി. അതാ ഞാൻ പറഞ്ഞത്, ഇരിക്കുന്നിടം മുടിക്കുന്ന ഇനവാ അവൾ. ഇവിടുന്ന് പോയത് തന്നെ നമ്മുടെ ഈശ്വരാധീനമായിട്ട് കണ്ടാ മതി. ആരെക്കുറിച്ചാ രാവിലെ തന്നെ ഈ പ്രാക്കും പരാതിയൊക്കെ? ദേവൂട്ടിയുടെ കാര്യമാണോ? എന്താ സംശയം? അവളുടെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ശാപം പിടിച്ച വർഗത്തിനൊന്നും ഈ മുറ്റത്തേക്ക് ഞാനെനിക്ക് ഏറ്റൂല. അമ്മ എന്നെ കണ്ടില്ലേ? ആരെക്കുറിച്ചായാലും ഇത്രയ്ക്കങ്ങോട്ട് കടത്തി പറയണോ? ഓ, ഒന്നുമില്ലേലും ഇത്രയും കാലവും അവളും ഒരു മകളായി കഴിഞ്ഞിരുന്ന വീടല്ലേ ഇത്? അതിന്റെ ആണല്ലോ ഇപ്പൊ ഞങ്ങൾ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ദേവി,
എന്തായി നടക്കുന്നേ? ദേവിയുടെ മായാലീലകളാണോ? ശരിയാ, ഇന്ദുമതി അമ്മയ്ക്കും അഖിലയ്ക്കും എന്നെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജന്മവും ശാപജന്മമായി ജനിക്കുന്നില്ല. പൂർവജന്മ ശാപമാണ് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നത്. ഒരാൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അയാൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, അയാളുടെ അനന്തര തലമുറ കൂടിയാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യമാണ്. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് എന്തിനാ വന്നത് അത് പറ. ഞാൻ വന്നത് ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ആളെ ഒന്ന് കാണാനാ.